അവനാന്റെ കുടുംബം, അവനാന്റെ ഒരു ആങ്ങള ഗൾഫില, അവനാന്റെ പെങ്ങള് കഷ്ടപ്പെടുന്നുണ്ട്, ആ പെങ്ങൾക്ക് പേരുണ്ടാക്കാൻ സഹായിക്കുക. അതേ പ്രകാരം അവനാന്റെ ജ്യേഷ്ഠന്, അനുജന്, കുടുംബത്തിൽ ബന്ധപ്പെട്ട അവനാന്റെ ചോര ഒരു തൊറ്റ് വെള്ളം കൊടുക്കാൻ പറ്റൂല. പണ്ടൊരിക്കൽ നമ്മളെ മോളെ കെട്ടിക്കാൻ വേണ്ടി 2 റുപ്യ ചോദിച്ചിട്ട് തരാത്താനവാന് നാട്ടുകാർക്ക് കൊടുത്താലും വേണ്ടില്ല, അവന് കൊടുക്കാൻ പാടില്ല. അത് ദുന്യാവ് ആഗ്രഹിച്ചു കൊണ്ട് കൊടുക്കുന്നവരാണ്. സത്യത്തിൽ ചെയ്യേണ്ടത് അവനവന്റെ കുടുംബത്തിന് കൊടുക്കണം. കാരണം സ്വതക്ക ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കളൊക്കെ ഗൾഫിലാണ്, അതല്ലെങ്കിൽ ഒരാൾ ഗൾഫിലാണ്, ഭർത്താവ് ഗൾഫിലാണ്, അനുജൻ ഒരു വീടുണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് അനുജൻ ഒരു വീടുണ്ടാക്കാൻ കഷ്ടപ്പെടുമ്പോൾ കാക്കാക്ക് ഗൾഫിലേക്ക് വിളിക്കുകയാണ്, കാക്ക ഞാൻ പേരുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതിന്, മോളെ കെട്ടിക്കാൻ ആഗ്രഹിക്കുന്നതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, വല്ലാത്ത വിഷമത്തിലാണ്, ഇന്നൊന്ന് സഹായിക്കോ. അപ്പൊ ജ്യേഷ്ഠൻ പറയാണ് നാട്ടിൽ നിന്ന് വിളിക്കുന്ന അനുജനോട് അല്ലെങ്കിൽ സഹോദരനോട്, ഞാനിപ്പോ അല്ലാത്ത വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, ഇൻഷാ അല്ലാഹ് ചിന്തിക്കട്ടെ, പിന്നെ വിളിക്ക്. എന്നിട്ട് ഇവൻ ഫോൺ വെച്ച് കണ്ട ആ ഫോൺ പിന്നെ നേരെ പെരന്റെ ഉള്ളിലുണ്ടാവും ഒരു സാധനം, അതിനാ പിന്നെ വിളി. അവനാന്റെ പെണ്ണുങ്ങൾക്ക് ആ ഭാര്യയെ കുറിച്ച് ചോദിക്കും, ഓക്കെ ഞങ്ങൾക്ക് എന്താ സുഖല്ലേ? ആ സുഖാണ്. ഇജ്ജ അറിഞ്ഞ എന്തേ കാക്കാന്റെ പേരന്റെ പെണ്ണെടുക്കുന്നുണ്ട്? ആ പെണ്ണെടുക്കുന്നുണ്ട്. ഓ എന്നോട് 1 ലക്ഷം രൂപ ചോദിച്ചേക്കണേ, എന്തെങ്കിലും പിരാന്താ, ആണെങ്കിൽ 25,000 രൂപ കൊടുത്താൽ നമ്മക്കിന് ഇവിടെ അത്രമാതിരി ഇറങ്ങാറുണ്ട്. സത്യത്തിൽ അവർ ചിന്തിക്കുന്നില്ല ഖാലിഖായ റബ്ബ് കൊടുക്കുന്ന ഈ സമ്പത്തിന്റെ നന്മ എന്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഒരു മനുഷ്യൻ ജാരിയായ സ്വതക്ക അവന്റെ കുടുംബത്തിന് കൊടുത്താൽ 500 സ്വതക്ക ചെയ്ത 1 കൂലിയാണ് സ്വതക്ക ചെയ്ത കൂലി. അവനവന്റെ കുടുംബം എന്നോട് ഇങ്ങോട്ട് എത്ര തെറ്റ് ചെയ്തവനാകട്ടെ, എന്നോട് എത്ര പോരായ്ക ചെയ്തവനാകട്ടെ, അതൊന്നും എൻ്റെ മനസ്സിൽ ഞാൻ കൊണ്ട് നടക്കില്ല. കുടുംബമേ മാപ്പ്. മക്കയിൽ നിന്ന് കൊണ്ട് ഏറേറ്റ് കണ്ണുനീരൊലിപ്പിച്ച് മദീനയിലേക്ക് തിരിച്ചുപോയ മുത്തേ മുഹമ്മദ് മുസ്തഫ, ത്വായിഫിന്റെ മണ്ണിൽ നിന്ന് കൊണ്ട് കല്ലേറെ സഹിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ, സുജൂദ് ചെയ്യുമ്പോ മക്കക്കാര് ഒട്ടകത്തിന്റെ കുടൽമാല കിട്ട നബിയേ മുഹമ്മദ് മുസ്തഫ, ആ ലോകത്തിന്റെ നേതാവ് പിന്നെ മക്കയിലേക്ക് തിരിച്ചു വരുന്ന സന്ദർഭമുണ്ട്. ഉമ്മമാരെ, ആരെ മുമ്പിലേക്കാ റസൂലുള്ള തിരിച്ചു വരുന്നത്? നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ ചീഞ്ഞരിഞ്ഞ കുടൽമാലകിട്ട് കളിയാക്കിയവരാ. ഒരു തുള്ളി വെള്ളഭക്ഷണം പോലും കൊടുക്കാതെ റസൂലുള്ള പുല്ല് തിന്നേണ്ട അവസ്ഥയിലാക്കിയവരാ. ഏറുകൊണ്ട് മുത്തുനബിയുടെ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചവരാ. ഭൂമിയിലൂടെ കൈവലിച്ച് നടന്നവരാ. അവരെ മുമ്പിലേക്ക് ഹബീബ് തിരിച്ചു വരികയാണ് മക്കത്തേക്ക്. മക്കക്കാരൊക്കെ പേടിയോടെ നിൽക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്താണോ ശിക്ഷ വരാൻ പോകുന്നത്? ഹബീബിന്റെ പ്രഖ്യാപനം, ഇല്ല മക്കക്കാരെ, എനിക്ക് നിങ്ങളോട് വെറുപ്പില്ല, എനിക്ക് നിങ്ങളോട് വിരോധമില്ല, എനിക്ക് നിങ്ങളോട് വൈരാഗ്യമില്ല. ഞാനിതാ മുഴുവൻ ആളുകൾക്കും മാപ്പ് തന്നിരിക്കുകയാണ്. മാപ്പ് മാപ്പ് മാപ്പ്. ഒരാളോ തൃക്കരത്തിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ യോഗ്യതയുണ്ടോ? ഉമ്മമാരെ, എനിക്കും നിങ്ങൾക്കും എന്ന് ഓരോരുത്തരും അവനവനോട് ചോദിക്കുക. അയൽവാസികളുമായി തെറ്റിപ്പിണങ്ങി നടക്കുന്നവരുണ്ടോ? കുടുംബത്തിൽ ആരോടെങ്കിലും പിണക്കം വെച്ച് നടക്കുന്നവരുണ്ടോ? നാത്തൂന് പോരോ അമ്മായിമ്മ പോരോ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ടോ? അടുക്കളയിലോ കുടുംബത്തിലോ അയൽവാസിയിലോ വിരോധവും വെറുപ്പും മനസ്സിൽ കൊണ്ട് നടക്കുന്നവരുണ്ടോ? 5 നേരം നിസ്കരിച്ച് കണ്ണീര് വാർത്തിട്ടൊന്നും ഫലമുണ്ടാവില്ല. എന്നെ മാപ്പെന്ന് പറഞ്ഞ് മാപ്പ് കൊടുത്ത മാണിക്കക്കല്ലിന്റെ തൃക്കരത്തിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ അത്തരം മനുഷ്യന്മാർക്ക് സൗഭാഗ്യമുണ്ടാവില്ല. ഈമാനുള്ള മനുഷ്യൻ ചെയ്യേണ്ടത് എല്ലാവർക്കും മാപ്പില്ല, എനിക്കൊരാൾക്കും വെറുപ്പില്ല എന്നിങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ വിരോധം കൊണ്ട് നടക്കുന്ന കാലാണല്ലോ. എന്നോ ആ ഏട്ടന്മാരോ അഞ്ചന്മാരോ എന്തോ ചെയ്ത ആ ഒരു വെറുപ്പ് ഇപ്പോഴും കൊണ്ട് പോണില്ല. കിട്ടുന്ന ചാൻസിൽ വെച്ച് പ്രതികാരം വീട്ടാൻ നോക്കുന്ന ഒരു കാലത്താണ്. സാധാരണ തമാശ ചില ആളുകൾ തമാശ പറയാറുണ്ട്. പണ്ട് ഏതോ ഒരു പെരയിൽ കല്യാണം നടന്നപ്പോൾ അടുത്ത പെരയിൽ പറഞ്ഞില്ല, അടുത്ത വീട്ടിൽ പറഞ്ഞില്ല, പറയാൻ മറന്നതോ വിട്ടോ എന്തോ ആണ്. പക്ഷേ അടുത്ത പെരക്കാർക്ക് ആ വൈരാഗ്യം, നമ്മോട് കല്യാണം പറഞ്ഞില്ല, എല്ലായിടത്തും കല്യാണം പറഞ്ഞു, നമ്മോട് പറഞ്ഞില്ല. ആ വിരോധം മനസ്സിലങ്ങനെ കൊണ്ടുനടന്നു. 1, 2, 3 കൊല്ലം മനസ്സിലങ്ങനെ കൊണ്ടുനടന്നു. കല്യാണം പറയാത്ത വിരോധം. അയ്യേ ഗേറ്റൊക്കെ പൂട്ടി ഒരു പേരുടെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക, നമ്മളോട് കല്യാണം പറഞ്ഞില്ല, ആ വൈരാഗ്യറ്റ്. അങ്ങനെ 3 കൊല്ലത്തിന് ശേഷം ഈ കല്യാണം നടന്ന പെരയിൽ ഇങ്ങനെ പോയി പൊരിക്കുന്നുണ്ട്, ആളുകൾ ഇങ്ങനെ തിന്നു പോകുന്നുണ്ട്. പക്ഷെ അയൽവാസിയോട് പറയാൻ പറഞ്ഞു. പക്ഷെ ആ വൈരാഗ്യറ്റ് അയൽവാസി ജീവിതം മുഴുവൻ നടക്കുകയാണ്. 3 കൊല്ലം കഴിഞ്ഞപ്പോ ആ കല്യാണം നടന്ന മുതലാളിന്റെ പേരിലെ കിണറ്റിൽ കോഴി ചാടി, കോഴി വീണു.
പടച്ചോനെ കോയിനെടുക്കണല്ലോ, കിണറ്റിലിറങ്ങണല്ലോ, ആരാ ഇറങ്ങുക? അപ്പൊ ആരോ പറഞ്ഞു നിങ്ങൾ അടുത്ത പെരക്കാരന് കിണറ്റിലിറങ്ങുന്ന ആളാണ് പറഞ്ഞാലും. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു? എന്നാ പിന്നെ ഓനെ വിളിക്കാലോ, അടുത്ത പെരക്കാരൻ തന്നെയല്ലേ, സുഖല്ലേ, അവിടെ പോയിക്കാണ്ട് വിളിച്ചാണ്ട് പറഞ്ഞാലോ നമ്മളെ പെരയിലൊരു കോഴി വീണിട്ടുണ്ട്, കിണറ്റിൽ കോഴി വീണിട്ടുണ്ട്, അതിൽ നിന്ന് എടുക്കാൻ വരുമോ? അപ്പോ പെരക്കാരൻ പറഞ്ഞത് ആയിക്കോട്ടെ, കോഴി ചാടിയത കിണറ്റില, ആയിക്കോട്ടെ എടുക്കാലോ. അടുത്തുനിന്ന് പെണ്ണ് കേട്ടു. ഓള് പഴയ അന്നത്തെ ബിരിയാണി കിട്ടാത്ത വൈരാഗ്യം എപ്പോഴും മനസ്സിന്ന് പോകാത്ത സാധന. മൂപ്പത്തേര് നേരെ പുറത്ത് കണ്ട് വന്നുകാണ്ട് ചോദിച്ചാലോ, എന്തേ ചോദിച്ചാലോ, ഒന്നല്ല കിണറ്റിലൊരു കോഴി ചാടിയേക്കണ് തന്നെ. 2-3 കൊല്ലം മുമ്പ് 500 കോഴി വെളിച്ചെണ്ണി ചാടിയപ്പോ ഞങ്ങൾ ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. അപ്പോളാ പെരക്കാരൻ തന്നെ അറിഞ്ഞത് പറച്ചോനെ കല്യാണം പറയാൻ പറഞ്ഞല്ല, മൂപ്പത്തേരെ മനസ്സിൽ ആ കോഴി പോയിട്ടില്ല. ആ വെറുപ്പും വിരോധം കിട്ടോട്ട് വെച്ച് പോക്കാൻ നടക്കുക. ഞാൻ അധികം ഉദാഹരണങ്ങളൊന്നും പറയണില്ല, കാരണം എൻ്റെ മുമ്പിൽ 2 സാധനങ്ങൾ ഇങ്ങനെ തുറച്ച് നോക്കണം, സിംഹം നോക്കണമായി. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു അതാഭേദമെന്ന് വെച്ചാൽ ഈ സാധനങ്ങൾ. ഈ പാവങ്ങൾ 2 പാവങ്ങളല്ല ടൈം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഈ ലൈവ്. കാരണം കൊടിഞ്ഞിയിലെ തിരുത്തിയല്ലത് അല്ലേ, തിരുത്തിയിൽ ഞാൻ പ്രസംഗിക്കുന്നത് തിരുത്തിക്കാരോടല്ലേ. അപ്പൊ എനിക്ക് നിങ്ങളോട് മനസ്സറിഞ്ഞ് പ്രസംഗിക്കാൻ കഴിയും. പക്ഷെ ഇത് നിങ്ങളോടൊന്നല്ല, ഇത് സകല ഫസാദികളും സകല ഫിത്തനാളും എവിടുന്നെങ്കിലും കണ്ടം പെട്ടാൻ പറ്റുമോ ചെന്ന് നോക്കിയിരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഈ സാധനം വെച്ചാൽ പിന്നെ പ്രസംഗം ആ നാട്ടുകാരോടാവില്ല, ലോകത്തോലോടെ കളിക്കാൻ. ഒരു കാര്യം പറയാമല്ല, ഇങ്ങനെ ഒന്ന് പറഞ്ഞ് അങ്ങനെ പോകുക എന്നല്ലാതെ ആ നാട്ടുകാരോടൊന്നും പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതില്ല എങ്കിൽ അവനാൻ്റെ നാട്ടുകാരോട് അവനാൻ്റെ രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ ദീൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയും. വലിയൊരു അപകടമായി മാറുന്നൊരു കാലമാണ് ഇപ്പോൾ. അതെ എനിക്കറിയാം. ഇപ്പോഴത്തെ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഗൾഫുകാരായ നമ്മളെ സംഘടനാ പ്രവർത്തകന്മാരൊക്കെ കേൾക്കാനാണ്. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ പ്രവാസികളായ സ്നേഹിതന്മാർക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ ജോലിയിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. കാരണം അവരുടെ സഹായമാണ് സമസ്തയുടെയും സംഘടനയുടെയും സ്ഥാപനങ്ങളുടെയൊക്കെ വളർച്ച. നമ്മളെ നാട്ടിൻ്റെ ദീനീ പ്രവർത്തനം ആംബുലൻസ് ഉദ്ഘാടനം ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞു. ഒരുപാട് പ്രവാസികളുടെയും നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹായമായിരിക്കും ആംബുലൻസും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും. അള്ളാഹുവേ, അവരാരെയും നീ തളർത്തരുത് റഹ്മാനെ, നീ കുഴക്കരുത് റഹ്മാനെ, നീ പ്രയാസപ്പെടുത്തരുത് റബ്ബേ. ഞങ്ങളെ പ്രവാസികളായ സമസ്തയെ സ്നേഹിക്കുന്ന സ്നേഹിതന്മാർ അവരെ കണ്ണെത്താ ദൂരത്തിട്ട് നീ കഷ്ടപ്പെടുത്തല്ല അല്ലാ, നീ കഷ്ടപ്പെടുത്തല്ല നാഥാ. എപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി വരക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ അതിലൂടെ ഒരുപാട് നന്മകൾ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ, കാരണം ഇസ്ലാമിന്റെ ശത്രുക്കൾ എവിടെന്നെങ്കിലും ഒരു കഷ്ണം എടുക്കാൻ നോക്കുകയാണ്. ഒരു കഷ്ണം എടുത്താൽ എന്താ സംഭവിക്കാന്നറിയോ? അതിന്റെ അപ്പുറം എന്താന്നും അറിയില്ല, ഇപ്പുറം എന്താന്നും അറിയില്ല. കേൾക്കുന്ന മനുഷ്യന്മാർ തെറ്റിദ്ധരും. പണ്ടൊരു ചങ്ങായി ഒരു പുസ്തകം വായിച്ചാൽ, എന്താ പുസ്തകം എന്നറിയോ? ആ പുസ്തകത്തിൽ കണ്ടോ, വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക. ഒരു പുസ്തകം വായിച്ചതാണ്, വാതരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുക എന്ന് വായിച്ചു. ഇയാൾ അതിന്റെ അപ്പുറം വായിച്ചില്ല, ഇപ്പുറം വായിച്ചില്ല. വൈദ്യശാസ്ത്ര പുസ്തകം എന്നറിയാം, എഴുതിയിട്ടുണ്ട് നാക്കാലി ചികിത്സ. അത് ഈ നാക്കാലി വായിച്ചില്ല, അതാ പ്രശ്നം. അവിടെ പ്രശ്നം കവർമ്മ നാക്കാലി ചികിത്സ എന്നുണ്ടായിരുന്നു, അതാ നാക്കാലി വായിച്ചില്ല. അതുകൊണ്ട് പാവുമ്പം അമ്മാന്റെ കാലിലോട്ട് പൊള്ളിച്ചു. എന്തേ കാരണം? അപ്പുറം നോക്കാതെ നടുക്കി അവിടെ നോക്കിയതാ. ഇതാണ് ഇന്ന് മനുഷ്യന്മാരെ അപകടത്തിലേക്ക് മാപ്പ കൊടുക്കുന്ന മനസ്സ്. ജീവിതത്തിലും കുടുംബത്തിലും ഇനിയുള്ള കാലം ഞാനും നിങ്ങളും നിലനിർത്തണം. അള്ളാഹു നമ്മളോട് താക്കീത് ചെയ്തു, ആരും അധികാരത്തിന്റെ പേരിൽ വലുതാകണ്ട, പണത്തിന്റെ പേരിൽ വലുതാകണ്ട, പൈസയുടെ പേരിലും മുതലിന്റെ പേരിലോ തറവാടിത്തത്തിന്റെ പേരിലും ആരും വലുതാണെന്ന് ചമയണ്ട. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ആരുമല്ല. ഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യരെ നിങ്ങൾ ദുർബലരാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മൾ ദുർബലരാണ്, മനുഷ്യൻ ദുർബലരാണ് അല്ലേ? നമ്മൾ ദുർബലരല്ലേ? ഒന്നുകൂടി ബോധ്യപ്പെട്ടില്ലേ? ഞാൻ ഓർക്കുകയാണ്, ഞാനിപ്പോഴും ഓർക്കുകയാണ്. ഞാൻ പല സ്ഥലങ്ങളിലും നമ്മളിങ്ങനെ ഇപ്പൊ കാറിൽ ഒറ്റങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ റോട്ടിൽ മനുഷ്യന്മാരെക്കാൾ കൂടുതൽ ഇപ്പൊ നായ്ക്കളാണ്. രാത്രി ആയോഗണ്ടേ, ഓരോരോ ഏരിയയിലും കിടക്കുന്നത് 8, 10, 12, 25 നായ്ക്കളൊക്കെ ഓരോരോ സ്ഥലത്ത്. ഞാനിങ്ങനെ നോക്കുമ്പോ ഒറ്റ നായി മാസ്ക് ഇട്ടിട്ടില്ല. ആലോചിച്ചോക്കണങ്ങള്. ആ സാധനം ഏതാന്നറിയങ്ങള്? തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണ്ട. കണ്ടാ നമ്മൾ ആട്ടുന്ന നായ്ക്കള് ഏതെങ്കിലും മാസ്ക് ഇട്ടുകണോ? ഇല്ല. അറ്റുകൾ നമ്മളെങ്ങനെ നോക്കുമ്പോ എനിക്കിപ്പോ തോന്നുന്നത് അറിയാം, നമ്മളെ കളിയാക്കണമെന്നാണ്. പൊട്ടന്മാര് മാസ്ക് ഇട്ട് കൂടെ ഇറക്കണം, നമ്മളെ കുട്ടികൾ കളിയാക്കുക. ആ ഒരു അവസ്ഥയാണോ എന്ന് എനിക്ക് തോന്നാറുണ്ട്. മാത്രല്ല, ഇതുവരെ നായ്ക്കൊക്കെ സാനിറ്റൈസർ ഒരു സ്ഥലത്തും കുക്കണില്ല.
നമ്മൾ മോശാന്ന് കരുതിയ ജീവികളൊക്കെ ഇപ്പൊ നല്ല പവറിലാണ്. നമ്മൾ ഭയങ്കര ഞങ്ങൾക്ക് വലിയ മുതലൊക്കെ ഉണ്ട്, ഞങ്ങൾ വലിയ തറവാട്ടേരാണ്, ഞങ്ങളൊക്കെ വാപ്പ ഭയങ്കര ഉഷാറായിരുന്നു, ഞാൻ മക്കളൊക്കെ ദുആയിലാന്ന് പറഞ്ഞ നമ്മൾ ഇങ്ങനെ കജ്ജും കഴുകിക്കൊണ്ട് നടക്കുകയാണ് പാവങ്ങൾ. എന്താ ഇതിന്റെ അർത്ഥം നിങ്ങൾ? മനുഷ്യരെ ആരും വലുതാകണ്ട, റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ ആരുമല്ല. ഈ ഭൂമിയിൽ സമണത്തിന്റെ പേരിൽ നിങ്ങൾ അധികാരം, പണത്തിന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കണ്ട, തറവാടിത്വത്തിന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കണ്ട, അധികാരത്തിന്റെ പേരിലോ ആരോഗ്യത്തിന്റെ പേരിലോ അഹങ്കരിക്കണ്ട. അഹങ്കരിക്കാനും അഭിമാനിക്കാനും നിങ്ങൾക്കൊരു വഴിയുണ്ട്. അതേതാണെന്നറിയുമോ? ഇബാദുർ റഹ്മാൻ. നിന്നെ മറക്കാതെ ജീവിക്കുന്നവരാ, നിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവരാ. ഞങ്ങളെ നേതാവ് നിന്റെ ഹബീബ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ആഖിറലോകം രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുക. രണ്ടാമത്തത് നമ്മളെ കൂടെ ഖബറിൽ നിൽക്കുന്നത് സ്വദഖത്തുൻ ജാരിയ. മൂന്നാമത്തത് വലദുൻ യന്തഫിഉ ബിഹി യദ്ഉ ലഹു. അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ്, അവന് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാ.